പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രീ എനർജിയും ഫ്യൂഗാസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ അതിന് നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ആ സിസ്റ്റത്തിനകത്തൊരു ചെറിയ ചേഞ്ച്, ദാറ്റ് ഈസ് ഫോർ ആൻ ഇൻഫിനിറ്റിസിമൽ റിവേഴ്സിബിൾ ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ഇൻ എ സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിന്റെ ഫ്രീ എനർജി ഫോർ ആൻ ഇൻഫിനിറ്റിസിമൽ റിവേഴ്സിബിൾ ചേഞ്ച് ഒക്കറിംഗ് ഇൻ എ സിസ്റ്റം, ദ ഫ്രീ എനർജി ചേഞ്ച് dg is equal to v dp minus s dt ആണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ മാക്സ്വെൽ റിലേഷൻസിൽ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. ഒരു മാക്സ്വെൽ റിലേഷന്റെ ഒരു ഫോമാണ്. നമ്മൾ ഇനി ഒരു സിസ്റ്റത്തിന്റെ ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ നമ്മൾ പറയും ഐസോതെർമൽ കണ്ടീഷൻ. അതായത് if the system is under isothermal condition, if the system is under isothermal condition, അപ്പോഴ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ dt is equal to 0 ആയിട്ട് മാറും. അപ്പൊ ഈ ടേമിൽ dt 0 ആയിട്ട് മാറും. അപ്പൊ ഈ ടേം ഇല്ലാതാകും. ദാറ്റ് ഈസ് dg is equal to v dp എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസ്. നമ്മൾ എപ്പോഴും ഡിറൈവ് ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസ് റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ടാണ്. അതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ്. ഫോർ 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ് PV is equal to RT ആണ്. ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം PV is equal to nRT, N is equal to 1 മോൾ വരുമ്പോൾ PV is equal to RT. ഇതിൽ നിന്നും V യുടെ ഇക്വേഷൻ എഴുതുന്നു. That is V is equal to RT divided by P. That is equation number 3. അപ്പോൾ ഈ ഇക്വേഷൻ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. That is dg is equal to RT by P into dP തരും. That is equation number 4. Here ഇവിടെ 1 by P into dP എന്ന് പറയുന്ന ഒരു ടേം വരും. അപ്പോൾ അതിനെ നമ്മൾ DLN P എന്ന് എടുക്കാം. ഒരു സ്റ്റാൻഡേർഡ് ഫോം ആണ്. ദാറ്റ് ഈസ് dg at t is equal to RT into DLN P എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 5. അപ്പൊ ഇവിടെ n മോൾസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർ n മോൾസ് dg is equal to at t is equal to nRT into DLN P എന്ന് എഴുതാൻ പറ്റും. That is equation number 6. അപ്പോൾ ഈ ഇക്വേഷൻ ഒരു ഡിഫറൻഷ്യൽ ഫോമിലാണ്. ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇന്റഗ്രൽ ഫോം ഓഫ് ദി ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dg ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ g എന്ന് കിട്ടും. g is equal to G star plus nRT into ln P എന്ന് കിട്ടും. That is equation number 7. ഇപ്പൊ G star എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ when pressure is equal to 1 ആകുമ്പോൾ ln 1 അത് 0 ആയിട്ട് മാറും. അപ്പൊ ഈ ടേം അങ്ങ് 0 ആയിട്ട് മാറും. അത് ഫ്രീ എനർജി, that is G is equal to G0 star എന്ന് കിട്ടും. അപ്പൊ G0 star എന്ന് പറയുന്നത് it is the free energy for 1 mole of the ideal gas at a temperature T when the pressure is unity. അതായത് പ്രഷർ യൂണിറ്റി ആയിട്ടിരിക്കുമ്പോൾ 1 ആയിട്ടിരിക്കുമ്പോഴുള്ള ഫ്രീ എനർജിയാണ് ഈ G സ്റ്റാർ എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓഫ് റിയാക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓഫ് ദി ഗ്യാസ്. അപ്പൊ ഈ ഒരു ഇക്വേഷനെ നമ്മൾ രണ്ട് പ്രഷറിനിടയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ 6 between the pressure P1 and P2. ഇക്വേഷൻ 6നെ P1 നും P2 നും ഇടയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ G is equal to nRT into ln P2 divided by P1 എന്ന് കിട്ടും. This is equation number 8. അപ്പോൾ നമ്മളിവിടെ ഒരു ഐഡിയൽ ഗ്യാസ് ആണ് കൺസിഡർ ചെയ്തത്. അതിന്റെ അനുസരിച്ചാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. അപ്പോൾ ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രഷർ യൂസ് ചെയ്താൽ മതി. പക്ഷേ റിയൽ ഗ്യാസിന്റെ കേസിൽ ഈ പ്രഷർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം
ഇവിടെ നമ്മൾ റിയൽ ഗ്യാസിന്റെ കേസിൽ ഈ കണ്ടുപിടിച്ച വോളിയം എന്ന് പറയുന്നത് അത് റിയൽ ഗ്യാസിന്റെ കേസിൽ കറക്റ്റ് ആയിരിക്കത്തില്ല. അപ്പൊ അതിന് പകരം റിയൽ ഗ്യാസിന്റെ പ്രഷറിന് പകരം അവിടെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഫ്യൂഗാസിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ പ്രഷറിന് പകരം റിയൽ ഗ്യാസിന്റെ ഉപയോഗിക്കുന്ന ടേമാണ് ഫ്യൂഗാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ 6 എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലേക്ക് മാറും. ദാറ്റ് ഈസ് dg at t, that means at a constant temperature, nRT into dln f എന്ന് കിട്ടും. അതായത് പ്രഷറിന് പകരം റിയൽ ഗ്യാസിന്റെ കേസിൽ ഉപയോഗിക്കുന്ന ടേം dln f എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 9. അപ്പൊ ഈ ഇക്വേഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇക്വേഷൻ 7 പോലെയുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് g is equal to g star പ്ലസ് nRT into ln f എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഇപ്പൊ g സ്റ്റാർ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. ആ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് when f is equal to 1, g is equal to g star. അതായത് it is the standard free energy of the reaction when the fugacity of the gas is 1. അതായത് ഫ്യൂഗാസിറ്റി 1 ആയിരിക്കുമ്പോൾ ഉള്ള ഫ്രീ എനർജിയാണ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതാണ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മൾ ഇക്വേഷൻ 9 എന്ന് പറയുന്ന ഇക്വേഷനെ രണ്ട് വ്യത്യസ്ത ഫ്യൂഗാസിറ്റിക്ക് ഇടയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിറ്റ്വീൻ f1 ആൻഡ് f2 ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു nRT into ln f2 divided by f1 എന്ന് കിട്ടും. ഇത് n മോൾസ് ഓഫ് ദി റിയൽ ഗ്യാസ് ആണ്. അപ്പൊ റിയൽ ഗ്യാസിന്റെ കേസിൽ പ്രഷറിന് പകരം ഇവിടുത്തെ പ്രഷറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഫ്യൂഗാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫോർ 1 മോൾ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു RT into ln f2 divided by f1 ആയിരിക്കും. അപ്പൊ ഇതാണ് ഫ്രീ എനർജിയും ഫ്യൂഗാസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ റിയൽ ഗ്യാസിന് അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ്. അതായത് റിയൽ ഗ്യാസിന്റെ കേസിൽ നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം റിയൽ ഗ്യാസ് എക്സർട്ട് ചെയ്യുന്ന പ്രഷറും ഐഡിയൽ ഗ്യാസ് എക്സർട്ട് ചെയ്യുന്ന പ്രഷറും ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന് പകരം റിയൽ ഗ്യാസിന്റെ കേസിൽ ഉപയോഗിക്കുന്ന പ്രഷറിന് പകരം ഉപയോഗിക്കുന്ന ടേമാണ് ഫ്യൂഗാസിറ്റി എന്ന് പറയുന്നത്. That is delta G is equal to nRT into ln f2 by f1, or delta G is equal to RT into ln f2 by f1, or G is equal to G star plus nRT into ln f. അപ്പൊ ഇത് ഫ്യൂഗാസിറ്റിയും ഫ്രീ എനർജിയും തമ്മിലുള്ള ഡിഫറെന്റ് ഫോംസ് ആണ്.